മഹാനായ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമിനെ കളിമണ്ണ് കൊണ്ട് രൂപപ്പെടുത്തി. അല്ലാഹു തറകഹു 40 യൗമൻ തീനാ, 40 ദിവസം കളിമണ്ണായി അല്ലാഹു നിർത്തിയിട്ടുണ്ടത്രേ. 40 ദിവസം ജീവനില്ല, കളിമണ്ണാണ്. വായയുണ്ട്, മൂക്കുണ്ട്, കണ്ണിന്റെ ഭാഗങ്ങളുണ്ട്, കളിമണ്ണ് കൊണ്ട് ജീവനില്ല. ശരീരത്തിൽ വിസർജ്യങ്ങൾ പോവേണ്ട ദ്വാരങ്ങളുണ്ട്, പക്ഷെ ജീവനില്ല. അങ്ങനെ കാറ്റ് വായിലൂടെ കടക്കുന്നു, ശരീരത്തിൽ ഗ്യാപ്പുകളിലൂടെ പുറത്തു പോകുന്നു. 40 ദിവസം പിശാച് വന്ന് ഊതിയെന്നാണ് മനുഷ്യ ശരീരത്തിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ. നോക്കുമ്പോൾ അതിൽ നിന്ന് ശബ്ദം വരുന്നു, ഉള്ളു പൊള്ളയാണ്. അവൻ അന്നേ തീരുമാനിച്ചു, ഇങ്ങനെ ഒരു സവിശേഷമായ സൃഷ്ടിയെ അള്ളാഹു ഉണ്ടാക്കുന്നുവെങ്കിൽ ഇവരെയൊക്കെ കീഴ്പ്പെടുത്താൻ എനിക്ക് എളുപ്പമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരം ജീവൻ നൽകപ്പെടുന്നതിന്റെ മുമ്പ് 40 ദിവസം അങ്ങനെ നിർത്തിയെന്നാണ്. ഖുർആനിൽ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പറഞ്ഞ ചില അത്ഭുതങ്ങളുണ്ട്. അള്ളാഹു പറഞ്ഞു ഖലഖഹു മിൻ തുറാബ്, അള്ളാഹു മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു. പിന്നെ പറഞ്ഞു മിൻ തീൻ, ചെളിയിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന്. മണ്ണും വെള്ളവും ചേരുമ്പോഴാണ് തീൻ എന്നാവുക. പിന്നെ പറഞ്ഞു മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ഉറച്ച കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു പടച്ചു. സ്പേമിൽ നിന്ന്, ബീജത്തിൽ നിന്ന് പടച്ചു. അള്ളാഹു ചെയ്ത വലിയൊരു അത്ഭുതമാണ്. മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഏത് യുക്തിവാദിയും, അവന് യുക്തി ഉണ്ടെങ്കിലാണ് യുക്തിവാദി എന്ന് വിളിക്കേണ്ടതുള്ളൂ കേട്ടോ. പലതും അവര് പറയുന്നത് യുക്തിരാഹിത്യമാണ്. ഒരു കോശത്തിൽ നിന്ന്, ഒരു കോശം എന്ന് പറഞ്ഞ നമ്മുടെ ബീജത്തിന്റെ ഒരു കോശം, അത് കണ്ണുകൊണ്ട് തന്നെ കാണാൻ കഴിയില്ല, അത്രയും ചെറുത്. അതാണ് ഉമ്മയുടെ ഗർഭാശയത്തിലെ അണ്ഡവുമായി കൂടിച്ചേർന്ന് ഒരു ശിശുവായി മാറുന്നത്. ഒരു കോശം. അതിൽ നിന്ന് ഹാർട്ട് ഉണ്ടാവണം, അതിൽ നിന്ന് ലിവർ ഉണ്ടാവണം, അതിൽ നിന്ന് ബ്രെയിന് വേണം, അതിൽ നിന്ന് കൈകാലുകൾ വേണം. ഇത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. മൂക്കുണ്ടാവണം, കണ്ണ് വേണം, നാക്ക് വേണം, ആമാശയം വേണം, ലിവർ വേണം, ലങ്സുകൾ വേണം, ചിന്ത വേണം, കൈകാലുകളും നഖവും മുടിയും ഒക്കെ ഉണ്ടാവണം. ഉപ്പയുടെയും ഉമ്മയുടെയും സ്വഭാവവും കിട്ടണം. ഇതൊക്കെ കിട്ടുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വിധം സൂക്ഷ്മമായ ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന്. ആരാണിതൊക്കെ ഉണ്ടാക്കിയത്? മനുഷ്യന് കഴിയോ? ഇന്നൊരു ഉപ്പ അവരുടെ മകളുടെ മകൾക്ക് ഗർഭമുണ്ട്, പക്ഷേ കുഞ്ഞിന് ഒരു കിഡ്നിയേ ഉള്ളൂ എന്നൊരു വിഷമം പറഞ്ഞു. അള്ളാഹു കുഞ്ഞിന് സലാമത്ത് നൽകട്ടെ. 2 നിർബന്ധമല്ല, 1 അള്ളാഹു സ്പെയറായി തന്നതാണ്. പക്ഷേ ഒന്നുകൊണ്ടും സർവൈവ് ചെയ്യാം. ആ ഉപ്പയുടെ വേദന, എന്റെ കുഞ്ഞിന് എന്റെ മോളുടെ കുഞ്ഞിന് ഒരു കിഡ്നിയെ കാണുന്നുള്ളൂ, ഒന്നില്ലെന്നാണ് ഡോക്ടർമാർ ഇപ്പൊ സ്കാനിങ്ങിൽ പറഞ്ഞത്. പക്ഷേ 1ഓ 2ഓ ആകട്ടെ, ഒരു ഏക കോശത്തിൽ നിന്ന് അള്ളാഹു അത് സൃഷ്ടിച്ചില്ലേ? ആർക്കത് ചെയ്യാൻ കഴിയും? ആർക്കുണ്ടാക്കാൻ കഴിയും? ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്നത് അല്ലാഹുവല്ലേ. നമ്മുടെ ഉപ്പയെ സൃഷ്ടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ചില ഘട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ആ ഘട്ടങ്ങളിൽ ഒന്ന് ഖുർആൻ എടുത്തു നോക്കിയാൽ പല രീതിയിൽ പരാമർശങ്ങൾ കാണാം. അല്ലാഹു പറഞ്ഞു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു ആദം നബി. പിന്നെ ചിലയിടത്ത് അല്ലാഹു പറയുന്നു മിൻ തീനിൽ ലാസിബ്, ഫ്രം ക്ലേ, കളിമണ്ണിൽ നിന്ന് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ഉറച്ച മണ്ണിൽ നിന്ന്. നമ്മളൊക്കെ കളിമണ്ണിന്റെ പാത്രങ്ങൾ അല്ലേ പറയുമല്ലോ, ഇപ്പൊ ഗ്യാസുമേൽ വെച്ചിട്ടൊന്നും ടേസ്റ്റ് വരുന്നില്ല, പലരെങ്കിലും പറഞ്ഞു കേൾക്കാറുണ്ട്. ആ ഒരു മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന രസമൊന്നും ഭക്ഷണത്തിന് ഇപ്പൊ കിട്ടുന്നില്ല എന്നൊക്കെ. ഈ മൺചട്ടി അതിനാണ്, അതുണ്ടാക്കിയ ആ ഉണങ്ങി അത് മുട്ടിയാൽ ശബ്ദമുണ്ടാകുമ്പോഴാണ് സ്വൽസ്വാലിൻ കൽ ഫഖാർ. ഇതിങ്ങനെയാണെന്ന് ബോധ്യപ്പെടാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എങ്ങനെയെന്നറിയോ? ആദ്യം പറഞ്ഞു മണ്ണ്, പിന്നെ പറഞ്ഞു ചെളി, കളിമണ്ണ്, പിന്നെ പറഞ്ഞു ഉറച്ച കളിമണ്ണ്. മനുഷ്യൻ മരിച്ചാൽ എന്താ സംഭവിക്കുക? മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ പറഞ്ഞ അള്ളാഹു പറഞ്ഞ ഘട്ടങ്ങൾ റിവേഴ്സിൽ സഞ്ചരിക്കുന്ന, ബാക്കോട്ട് സഞ്ചരിക്കും. എങ്ങനെ? ആദ്യം കളിമണ്ണ് ഉറച്ച പോലെ ശരീരം സ്റ്റിഫാണ് അല്ലേ? മരിച്ച മയ്യത്തിന്റെ കൈകാലുകൾ ഉറച്ചു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബോഡി സ്റ്റിഫാവും, മടങ്ങില്ല, വഴങ്ങില്ല. ഒരു കല്ലിന്റെ മരത്തിന്റെ കഷ്ണം പോലെ ശരീരം മാറുകയാണ്. അതാണ് സ്വൽസ്വാലിൻ കൽ ഫഖാർ. പിന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചു.
ശരീരം അഴുകുകയാണ്. അഴുകിയാൽ അത് കളിമണ്ണ് പോലെയാണ്, വെള്ളവും മണ്ണും കുഴച്ച പോലെ. അതും കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അത് മണ്ണായി മാറലാണ്. അള്ളാഹു പറഞ്ഞ് ഈ മണ്ണ്, ചെളി, ഉറച്ച മണ്ണ് അല്ലെങ്കിൽ ഉറച്ച ചെളി, അത് നേരെ വിപരീതമാണ് മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇത് മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ് അല്ലാഹു. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ബോധിക്കുന്നില്ലയോ? സയ്യിദുന ആദം നബി അലൈഹിസ്സലാം ഖലഖഹു മിൻ തീൻ, അല്ലാഹു മണ്ണിൽ നിന്ന് പടച്ചു. എന്നിട്ട് മനുഷ്യൻ എങ്ങനെ അഹങ്കരിക്കാൻ കഴിയുമെന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ അഹങ്കരിക്കാൻ കഴിയും? മനുഷ്യൻ എത്ര വലിയ ധിക്കാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ധിക്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ മുഴുവൻ ആളുകൾക്കും പതനം സംഭവിച്ചിട്ടുണ്ട് ലോകത്തിൽ. അള്ളാഹു അത്തരം രാഷ്ട്ര നേതാക്കന്മാർക്ക് ചരിത്രത്തിൽ വട്ടപൂജ്യമാണ് മൂല്യം കൊടുത്തത്. അതുതന്നെയാണ് ആ പാരമ്പര്യം പിന്തുടരുന്ന ആളുകൾക്കും സംഭവിക്കാൻ പോകുന്നത്. മനുഷ്യൻ ധിക്കരിക്കരുത്. നീ ആരാണെന്ന് നീ ബോധ്യപ്പെടണം. നീ ഒന്നുമല്ലാത്ത ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ മാത്രം ഒരു വസ്തുവേ അല്ലാതിരുന്ന നിന്നെ അല്ലാഹുവല്ലേ ഉണ്മയിലേക്ക് കൊണ്ടുവന്നത്. നീ അങ്ങ് പറയാ ഞാൻ തന്നെയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതെന്ന്. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നീ ദുർബലനാണ്. അഹങ്കാരികളുടെ ഒരുപാട് വാക്കുകൾ, ഫറോവയും നമ്രൂദൊക്കെ അവിടെ ഇരിക്കട്ടെ. മുത്തുനബി തങ്ങളുടെ കാലശേഷം വന്ന ചില ആളുകളെ സംബന്ധിച്ച് തന്നെ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഇമാമുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവ്, അവരിങ്ങനെ ഇരിക്കുമ്പോ ബനു ഉമയ്യ, അന്നത്തെ ഭരണാധികാരികളാണ് അമവികൾ, അവരിൽപ്പെട്ട ഒരു മന്ത്രി, ഒരു മിനിസ്റ്റർ, അദ്ദേഹത്തിന് ഒരുപാട് കുതിരകളുണ്ട്, ഒട്ടകമുണ്ട്, കോവർ കഴുതകളുണ്ട്, വാളുണ്ട്, പരിചയുണ്ട്, യുദ്ധോപകരണങ്ങളുണ്ട്, വലിയ മുതലാളിയാണ്. അദ്ദേഹം അഹങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. എല്ലാവരും അങ്ങാടിയിലൊക്കെ എല്ലാവരും എഴുന്നേറ്റു. മന്ത്രിയാണ് ആ പോകുന്നത്, എല്ലാവരും എഴുന്നേറ്റു. ഹസനുൽ ബസ്രി തങ്ങൾ മാത്രം എഴുന്നേറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഞാൻ ഇങ്ങനെ പോകുമ്പോ എല്ലാവരും എഴുന്നേൽക്കും, എന്താ ഇയാൾക്ക് എഴുന്നേറ്റൂടെ എന്നൊരു ചോദ്യം. അവമാ അറഫ്തനി ഹസനുൽ ബസ്രി, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? സംഭവം നടക്കുന്ന ഇറാഖിലാണ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? എന്താ എഴുന്നേൽക്കാത്തത് എന്ന് ചോദിച്ചു. പറഞ്ഞു, നിന്നെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കാത്തത്. എന്നെ അറിഞ്ഞിട്ട് എഴുന്നേൽക്കാതിരിക്കെ അതെന്താ? മൂത്രമൊലിക്കുന്നത് സ്ഥലത്തിലൂടെ 2 തവണ വന്നവനാണ് നീ. ഹസനുൽ ബസ്രി കൊടുത്ത മറുപടിയാണ്. മനുഷ്യൻ മൂത്രമൊഴിക്കുന്ന സ്ഥാനത്തുകൂടെ 2 തവണ, ഒന്ന് നിന്റെ പിതാവിൽ നിന്ന്, മറ്റൊന്നിന്റെ ഉമ്മയിൽ നിന്ന്, അങ്ങനെ ഭൂമിയിലേക്ക് വന്ന ആളാണ് നീ ഇനി ജീഫത്തുൻ ഖദിറ, മരിച്ചു കഴിഞ്ഞാൽ നാറ്റം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ശവശരീരത്തിന്റെ നാറ്റം എത്രയാണ്, അതാണ് നീ ആയിത്തീരാൻ പോകുന്നത്. വഅൻത ഫീമാ ബൈനഹുമാ തഹ്മിലുൽ അദറ, അതിന്റെ ഇടയിൽ മാലിന്യം ചുമന്ന് നടക്കല്ലേ നീ. മാലിന്യം, നമ്മുടെ വയറ്റിൽ വിസർജ്യമുണ്ടെങ്കിലേ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ. 4 പ്രാവശ്യം വയറ്റിന്ന് പോയാൽ കിടപ്പിലായി പോകും. എന്തേ? വയറ് കാലിയാണ്. അതിൻ്റെ ഉള്ളിൽ ആദറ, വേസ്റ്റ് ഒരൽപ്പമെങ്കിലും ബാക്കി നിൽക്കുമ്പോഴേ മനുഷ്യന് എണീറ്റ് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോ നിന്റെ തുടക്കം ഒന്നുമല്ലാത്ത ഇൻസിഗ്നിഫിക്കന്റ് ബിഗിനിങ്. എന്താ നിന്റെ ജീവിതം? നീ ആരാണ്? നീ എന്തിന് അഹങ്കരിക്കുന്നു? മനുഷ്യന്റെ വിസർജ്യം വരുന്നിടത്തുകൂടെ 2 തവണ, ഒന്ന് നിന്റെ ജനനത്തിന്റെ തുടക്കം, മറ്റൊന്ന് ഗർഭാശയത്തിലൂടെ പുറത്തു വന്നത്. ഇത് രണ്ടും മൂത്രമൊഴിക്കുന്ന ഭാഗത്തിലൂടെയല്ലേ നീ വന്നത്? ഹസനുൽ ബസ്രി പറയുന്നത് മനുഷ്യനൊന്ന് ചിന്തിപ്പിക്കാനാണ്. നീ ആരോടായി അഹങ്കരിക്കുന്നത്? അഹങ്കാരികളുടെ അഹങ്കാരം നടത്തത്തിലറിയാം, അവരുടെ ചുമയിലറിയാം, അവരുടെ ചിരിയിലറിയാം, അവരുടെ നോട്ടത്തിലറിയാം. അങ്ങനെയാണ് അഹങ്കാരികളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ചേലിലും കോലത്തിലും അറിയാൻ പറ്റും. നീ എന്തിനായി അഹങ്കരിക്കുന്നത്? നിന്റെ തുടക്കം അതാണ്. പിന്നെ അവസാനം നീ നാറുന്ന ഒരു ശവമായി മാറാൻ പോവുക. അതിന്റെ ഇടക്ക് നീ മാലിന്യമാണ് നിന്റെ വയറ്റിൽ കൊണ്ട് നടക്കുന്നത്. അങ്ങനത്തെ നീ അഹങ്കരിക്കുകയോ? ഇത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഹസനുൽ ബസ്രിയോട്, ഹസനുൽ ബസ്രി ഒന്ന് നിർത്തുമോ?
ലഖദ് അഖംത കുല്ല ശഅറത്തിൻ മിൻ റഅസി, എൻ്റെ തലയിലെ എല്ലാ മുടിയും എഴുന്നേറ്റ് നിൽക്കുകയാണ്, ഒന്ന് നിർത്തുമോ എന്ന് പറഞ്ഞു നിർത്തിച്ചു എന്ന് ഹസൻ ബസ്രിയോട്. എന്തിനു മനുഷ്യൻ അഹങ്കരിക്കുന്നു? കാശുകളുടെ പേരിൽ അഹങ്കരിക്കുക, കയ്യൂക്കിന്റെ പേരിൽ അഹങ്കരിക്കുകയോ? ആദം നബിയുടെ മക്കളാണ് നിങ്ങൾ. അറഫ മൈതാനിയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി പറഞ്ഞു, ജനങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ, ഞാൻ പോവുകയാണ്. ഇസ്മഊനി, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ. അങ്ങനെ തങ്ങൾ പറയാറില്ല എന്നാ. അവസാന പ്രഭാഷണത്തിലാ പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. അവർ ശ്രദ്ധിച്ചു കേൾക്കും. കാരണം അള്ളാഹുവിന്റെ അപ്പോസ്തലനാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറയുന്നത് ഓരോ വാക്കും ശ്രദ്ധേയമാണ്. പക്ഷേ ഒന്നുകൂടെ പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണേ. കുല്ലുക്കും മിൻ ആദം, നിങ്ങൾ എല്ലാവരും ആദമിൽ നിന്ന് വന്നവരാണ്. ആദമു മിൻ തുറാബ്, ആദം നബി വന്നത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ മണ്ണിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഞാൻ നിന്നെക്കാളൊന്ന് മീതയാണെന്ന് പറഞ്ഞ ആരെയും ഇടം കണ്ണുകൊണ്ട് നോക്കല്ലേ, വാക്കുകൊണ്ട് വേദനിപ്പിക്കല്ലേ. ഞാൻ നിന്റെ മീതയാണെന്ന് നീ പറയല്ലേ. നിങ്ങളൊക്കെ ഒരുപോലെയാണ്, ഒരു ചീർപ്പിന്റെ പല്ലുപോലെ ഒരുമിച്ചു നിൽക്കണേ. ഇനി ഒരിക്കലൂടെ ഇത് പറയാൻ എനിക്ക്, ഈ സ്ഥാനത്തിരുന്ന് പറയാൻ എനിക്ക് കഴിയണമെന്നില്ല. ഞാൻ മരിച്ചുപോയേക്കാമെന്ന് സൂചിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഊസ് ഇബ്നു കയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗൽഭനായ താബിഈയാൻ, മഹാനായ അല്ലാമ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് തഊസ് ഇബ്നു കയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാൻ, ഞാൻ ഹജ്ജിന് വന്ന നേരം ഹറമിൽ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എൻ്റെ ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ്. അതിനിടയിൽ ഒരാളും വരവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടു. ആരോ ഒരു നേതാവ് ഹറമിലേക്ക് വരികയാണ്. നോക്കുമ്പോൾ അന്ന് ഇറാഖ് ഭരിച്ചിരുന്ന ക്രൂരനായ ഭരണാധികാരി ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് വരുന്നത്. എല്ലാവരും പേടിച്ച് വിറച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ശിങ്കിടിമാർ, മന്ത്രിമാർ, അദ്ദേഹത്തിന്റെ കയ്യാളന്മാർ അവിടെ വന്ന് ഹറമിന്റെ ഭാഗങ്ങളിൽ ടെന്റ് കെട്ടുന്ന പോലെ ആണിയടിച്ച് അമ്പുകൾ കുത്തിവെച്ച് വേലി വെച്ചിരിക്കുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനാരും ശല്യമുണ്ടാക്കാതിരിക്കണമെന്ന് പറഞ്ഞ് അമ്പുകൾ ഭൂമിയിലേക്ക് കുറ്റിയായി അടിച്ചു വെച്ച് ഒരു വേലി പോലെ ഹറമിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മതാഫിൽ, അത് ഇന്നത്തെ മതാഫല്ല, മാർബിളൊന്നില്ലാത്ത മണ്ണുള്ള കാലം. തഊസ് ഇബ്നു കയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി ശ്രദ്ധയോടുകൂടെ നോക്കി നിൽക്കുകയാണ്, എന്താണ് ഈ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഹജ്ജാജ് തവാഫ് ചെയ്തു. അവിടെ ഒരു അറാബിയുണ്ട്, ഏതോ ഒരു കാടൻ പ്രദേശത്ത് താമസിക്കുന്ന, മലയോരത്തെങ്ങാനും താമസിക്കുന്ന ഒരു പാവം മനുഷ്യൻ. അദ്ദേഹം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അരികത്തുകൂടെ ആരും പോകാൻ ധൈര്യപ്പെടുന്നില്ല. ഇദ്ദേഹം കൂളായിട്ട് നടക്കുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരുപാട് താബിഈകളെ കൊന്നുകളഞ്ഞ ആളാണ്. താബിഈങ്ങളെ, സ്വഹാബിമാരെ ക്രൂരമായി വേദനിപ്പിച്ച ആളാണ്. ഒരുപാട് നിരപരാധികൾ, ആയിരക്കണക്കിന് ആളുകളെ കൊന്ന ആളാണ്. എന്ത് സംഭവിക്കും അല്ലാഹുവേ, എന്തായിരിക്കും അയാളുടെ ആഖിറം എന്ന് കണ്ടറിയേണ്ടി വരും. കഫാ ബിഹി ളാലിമാ, ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞു, അക്രമി എന്ന് പറയാൻ ഹജ്ജാജ് തന്നെ മതി. ഇമാം ശാഫിഈ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അവൻ അക്രമിയാണ്. അത്രയും പറഞ്ഞാൽ കൊല്ലലാണ്, ആർക്കും എതിർത്ത് പറയാൻ പാടില്ല, കൊല്ലലാണ്. അന്ന് പിന്നെ കോടതിയും നിയമവും പോലീസും എല്ലാം അവരാണ്, ആർക്കും ഒന്നും ഇടപെടാൻ കഴിയില്ല. ഈ പാവമായ മനുഷ്യൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഹജ്ജാജിന് വേണ്ടി വേലി കെട്ടിവെച്ച അമ്പിൽ നിന്ന് എന്തോ ഒന്ന് ഈ പാവം മനുഷ്യന്റെ വസ്ത്രത്തിൽ കുളത്തുകയും അദ്ദേഹം വസ്ത്രമങ്ങ് പൊന്തിച്ചപ്പോ ആ അമ്പ് നേരെ പൊങ്ങി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലിൽ വന്നാണ് വീണത്. അയാൾക്ക് ചൂടായി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പിടിച്ചു, അദ്ദേഹത്തെ കൈകൊണ്ട് പിടിച്ചു. ചോദിച്ചു, നീ എവിടെന്നാ വരുന്നത്? നീ ആരാണ്? ഞാൻ മനുഷ്യനിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ ചോദിച്ചതല്ല, നിന്റെ നാടെവിടെയാണ്? മിനൽ യമൻ, ഞാൻ യമനിൽ നിന്ന് വരികയാണ്. യമനിൽ എന്റെ സഹോദരനുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സഹോദരൻ യമനിന്റെ ഗവർണറാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മകൻ മുഹമ്മദ് ഇബ്നു യൂസുഫ്. കൈഫ തറക്തും അഖീ, എന്റെ സഹോദരൻ മുഹമ്മദ് ഇബ്നു യൂസുഫ് എങ്ങനെയുണ്ട്?
പറഞ്ഞു തറക്തുഹു സമീനൻ ബതീന, നല്ല വയറുണ്ട്, നല്ല തടിയനാണ്. ഞാൻ അതല്ല ചോദിച്ചത്, അവന്റെ ഭരണവും അവന്റെ ബുദ്ധിയും ഒക്കെ എങ്ങനെയുണ്ട് എന്നാ ചോദിച്ചത്. പറഞ്ഞു തറക്തുഹു ളലൂമൻ ഗശൂമാ, ഭയങ്കര അക്രമിയാണ്, വലിയ വഞ്ചകനാണ്, തോന്നിവാസം ചെയ്ത് ജീവിക്കാൻ. ഹജ്ജാജിന് ചൂടായി. അദ്ദേഹം ചോദിച്ചു, മാ തദ്രി അന്നഹു അഖി, എന്റെ സഹോദരനാണ് മുഹമ്മദ് ഇബ്നു യൂസുഫ് എന്ന് നിനക്കറിയൂലേ? ആ എന്റെ സഹോദരനെ പറ്റി നീ ഇങ്ങനെ പറയേ? അറിയാം, എന്നിട്ട് നീ എന്താണ് ഒരു ബഹുമാനം കാണിക്കാത്തത്? ഹജ്ജാജ്, അല്ലാഹുവിന്റെ കഅബയാണിത്. ഈ കഅബയുടെ മുമ്പിൽ നിന്റെ അഹങ്കാരത്തിന്റെ വാക്കാണോ ഞാൻ കേൾക്കേണ്ടത്? ഈ കഅബാലയത്തിന്റെ മുമ്പിൽ അല്ലാഹു ഒരു മനുഷ്യന് കൊടുത്ത മനുഷ്യാവകാശവും ബഹുമാനവുമില്ലേ? ആ അന്തസ് വെച്ച് ഞാൻ സംസാരിക്കുകയാണ്. നിന്റെ അനുജൻ ക്രൂരനായിട്ടാണ് അവിടെ ഭരണം നടത്തുന്നത്. നിനക്ക് എന്നെ പേടിയില്ലേ ഹജ്ജാജ്? അള്ളാഹുവിനെ പേടിക്കുന്ന സ്ഥലമാണിത്, നീയൊക്കെ എനിക്ക് പുല്ലാണ്. ഇതും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നടന്നപ്പോ തഊസ് ഇബ്നു കൈസാൻ പറയാണ്, മാഷാ അല്ലാഹ്, ഇത്രമേൽ ഈമാനിന്റെ ധൈര്യം സംഭരിച്ച ആളുകൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് തല താഴ്ത്തിപ്പോയി, മറുപടിയില്ലാതെ. അള്ളാഹുവിന്റെ ഹറമിൽ ഞാൻ നിന്നെ ബഹുമാനിക്കണോ എന്നാണ് ചോദിച്ചത്. അതിക്രമം ചെയ്യുന്ന നിന്നെ, നല്ല മനുഷ്യന്മാരെ ബഹുമാനിക്കണം, പക്ഷേ നിന്നെ ഞാൻ ഇവിടെ ബഹുമാനിക്കേ? ധിക്കാരിയോട് മറുപടി പറഞ്ഞു. ആ മനുഷ്യൻ ഇതിന് സാക്ഷിയാണ്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ ശിഷ്യനായ തഊസ് ഇബ്നു കൈസാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപാട് ധിക്കാരികൾ ഈ ലോകത്തുകൂടെ കടന്നു പോവുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടക്കുകയും 40 ദിവസം അവിടെ ചളിമണ്ണ് ഉറച്ച മണ്ണായി നിർത്തുകയും ചെയ്തിട്ടുണ്ടത്രേ. എന്താണ് മനുഷ്യന്റെ അവസ്ഥ റബ്ബേ? അല്ലാഹുവേ, അല്ലാഹുവേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമി ലോകത്തേക്ക് നിയുക്തനായ അല്ലാഹുവിന്റെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ ഖലീഫയാണ്. ആ ഖലീഫയെ ആദരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു മലക്കുകളോടും കൂടെയുള്ള ഇബ്ലീസിനോടും സുജൂദ് ചെയ്യാൻ പറയുന്നത്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. മനുഷ്യനെ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളിലൂടെയാണ് അല്ലാഹു പടച്ചത്. മനുഷ്യനായിട്ട് ആ പ്രകൃതത്തെ തകർത്തുകളയരുത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും സംശുദ്ധമായ പ്രകൃതത്തിലാണ് ജനിക്കുന്നത്. ഏത് മതവിഭാഗമുള്ളവനോ മതമില്ലാത്തവന്റെയോ മക്കളാവട്ടെ, ലോകത്ത് മനുഷ്യ മക്കൾ ജനിക്കുന്നത് ശുദ്ധമായ സൃഷ്ടാവായ ഏകനായ ഒരുത്തനെ മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സിന്റെ അവസ്ഥയിലാണ്. എന്നാൽ അവൻ ബഹുദൈവ ആരാധകനായി മാറുന്നത് അവന്റെ ചുറ്റുപാടുകളാണ്. ഫഅബവാഹു, അവന്റെ ഉമ്മയും ഉപ്പയുമാണ് അവരെ സത്യത്തിന്റെ ചിന്തയിൽ നിന്ന് മാറ്റി മറ്റു മതങ്ങളിലേക്കോ ചിന്തകളിലേക്കോ മതനിരാസത്തിലേക്കോ മക്കളെ കൊണ്ടുപോകുന്നത് ചുറ്റുപാടുകളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബാ വസ്തക്ബർ, അതുകൊണ്ട് അഹങ്കാരം പിശാചിന്റെ വഴിയാണെന്ന് ആദ്യമേ അല്ലാഹു സൂചിപ്പിച്ചു തന്നു. ദൈവനിഷേധത്തിന് 3 ഘടകങ്ങളാണുള്ളത്. അൽ ഹസദു വൽ കിബ്റു വൽ കദിബ്, നുണ പറയുന്നതും അഹങ്കരിക്കുന്നതും അസൂയയും. ഈ 3 ഘടകങ്ങളിൽ നിന്നാണ് കുഫർ, ദൈവനിഷേധം ഉടലെടുത്തു വരുന്നത്. ഒന്ന് അഹങ്കാരം, മറ്റൊന്ന് അസൂയ, മറ്റൊന്ന് കളവ്. അതുകൊണ്ട് അഹങ്കാരം ഒരാളിലുണ്ടെങ്കിൽ കുഫറിന്റെ 3ൽ 1 അംശം അയാളിലുണ്ടെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിൻ കിബ്ർ. കിബ്റിന്റെ ഒരു ഘടകമണിയോളം കിബ്ർ ഹൃദയത്തിലുള്ളവർക്ക് അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അഹങ്കാരം? നിസ്കരിക്കാൻ പറഞ്ഞാൽ, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നത്. ഭർത്താവിനോട് നന്നായി ജീവിക്കാൻ പറയുകയും സാരോപദേശം നൽകുകയും ചെയ്തിട്ട് അത് സ്വീകരിക്കാൻ കഴിയാതെ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നിസ്കാരത്തിന് എഴുന്നേൽക്കാതിരിക്കുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ച് വേവലാതിപ്പെടുന്ന പെണ്ണുങ്ങള്, അവരുടെ വേവലാതി ഭർത്താവ് നിസ്കരിക്കുന്നില്ല എന്നാണ്.
വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഭാര്യ തന്റെ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുമ്പോ ആ ഭാര്യ എഴുന്നേൽപ്പിച്ചത് ഇഷ്ടപ്പെടാത്ത ഭർത്താവ് തന്റെ ഭാര്യയെ ആദ്യ രാത്രിയുടെ അവസാനം സുബഹിയുടെ നേരത്ത് കണ്ണിൽ ഒരൽപ്പം നനവാക്കിയിട്ടെങ്കിലും ഒന്ന് ഉണർന്നോട്ടെ എന്ന് വിചാരിച്ച് സ്വന്തം പുതുമാരനെ ഖളാ ആവുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ച നേരത്ത് മുഖത്തടിച്ച ഒരു ഭർത്താവ്, ആ ബന്ധം ഇന്ന് ത്വലാഖിലൂടെ പിരിഞ്ഞു കഴിഞ്ഞു. നോക്കണം, ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് കിബ്ർ. സ്വഹാബിമാര് ചോദിച്ചിരുന്നു, നബിയേ, നല്ല വസ്ത്രവും മുന്തിയ ചെരുപ്പും മുന്തിയ വാഹനവും കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നബിയെ, അത് അഹങ്കാരമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അത് അഹങ്കാരമല്ല. അഹങ്കാരം എന്ന് പറയുന്നത് ബതറുൽ ഹഖി വഗംതുൻ നാസ്, ജനങ്ങളെ അടക്കി ഭരിക്കുകയും ധർമ്മവും നന്മയും സ്വീകരിക്കാതെ തള്ളിക്കളയുകയും ചെയ്യുന്നതിന്റെ പേരാണ്. എന്നല്ലാതെ നിങ്ങളൊരു നല്ല വസ്ത്രം ഇടുന്നത്, നല്ല ചെരുപ്പ് ധരിക്കുന്നത്, നല്ല വാഹനം ഉപയോഗിക്കുന്നത് അത് അഹങ്കാരമല്ല. കിബർ എന്ന് പറയുന്നത് സത്യത്തെ സ്വീകരിക്കാതിരിക്കുക, നല്ലത് പറഞ്ഞു കൊടുത്താൽ അത് ചെയ്യാണ്ടിരിക്കുക. മാതാപിതാക്കൾ മക്കൾ ഉപദേശിക്കുമ്പോൾ മോളെ നിസ്കരിക്കണം, മോനെ നിസ്കരിക്കണം, ഇത് പറയുമ്പോൾ കേൾക്കാത്ത മക്കള് കിബറാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ചില ഫോൺ കോളുകൾ, അവരുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങൾ നിയന്ത്രിക്കണം. വേണ്ട മോളെ മോനെ നീ അത് ഉപയോഗിക്കല്ലേ, ഈ നേരത്ത് ഖുർആൻ ഓതേണമേ എന്ന് പ്രിയപ്പെട്ട ഗുരുനാഥനോ അല്ലെങ്കിൽ ഉമ്മയോ ഉപ്പയോ സാരോപദേശം നൽകുമ്പോൾ ബുദ്ധിയും പ്രായപൂർത്തിയുമായിട്ട് പോലും സ്വന്തം മാതാപിതാക്കളെ കണ്ണ് വെട്ടിക്കുന്ന മക്കൾ ചെയ്യുന്നതും അഹങ്കാരമാണ്. അതിന്റെ പേരാണ് കിബർ. ആ കിബർ അവിശ്വാസത്തിന്റെ 3 ഘടകങ്ങളിൽ ഒരു ഘടകമാണെന്ന് മഹാന്മാർ പറയുന്നു. ഇനി 2 ഘടകം കൂടെ വന്നാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ മാത്രമുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുമെന്നാണ്. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക്, അല്ലാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ സുജൂദ് ചെയ്യുകയോ, ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, എന്നെ നീ പടച്ചത് തീ കൊണ്ടല്ലേ, തീയല്ലേ മണ്ണിനേക്കാളും ഉഷാറ്, അതുകൊണ്ട് ഞാനല്ലേ എന്റെ ഉൻസുർ, എന്റെ ശരീര പ്രകൃതത്തിന്റെ അടിസ്ഥാന ഘടകം മൂലകം അത് തീയാണ്, മണ്ണിനേക്കാളും വലുതാണ് തീയെ, അതുകൊണ്ട് ഞാൻ വലുതാണ്. നോക്കേണ്ടത് ഹൃദയത്തിലേക്കായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിന് പ്രപഞ്ചത്തിന്റെ എല്ലാ ഇസ്മുകളും പഠിപ്പിച്ചു കൊടുത്തുവല്ലോ അല്ലാഹു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ജ്ഞാനവും അറിവുമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഘടകം, എന്നല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരമോ വീടോ വാഹനമോ അല്ലല്ലോ. ഇൽമ്, ജ്ഞാനം, അത് നോക്കാതെ ഭൗതികതയിലേക്ക് നോക്കിയിരുന്ന ഇബ്ലീസ്, അതാണ് നമ്മൾ പലപ്പോഴും അറിയാതെ ഒരു മനുഷ്യന്റെ നന്മ കാണാതെ, ഒരു മനുഷ്യനിലെ അറിവോ ഒരു മനുഷ്യന്റെ ജ്ഞാനമോ നോക്കാതെ, സംസ്കാരമോ നോക്കാതെ, വീടുണ്ടോ സമ്പാദ്യമുണ്ടോ പറമ്പുണ്ടോ വരുമാനമുണ്ടോ അത് നോക്കിയിട്ടാണ് നമ്മൾ ആളെ വിലയിരുത്തുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? അത് ഇബ്ലീസിന്റെ വിലയിരുത്തലാണ്. ഇബ്ലീസിന്റെ വിലയിരുത്തലാണത്. എന്നെ പടച്ചത് തീയാണ്, എന്റെ വീട് അവനേക്കാളും വലുതാണ്, എനിക്ക് വരുമാനം അവനേക്കാളും കൂടുതലുണ്ട്, അപ്പൊ ഞാനാണ് വലുത്. അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ആദം നബി അലൈഹിസ്സലാമിന്റെ ഇൽമിനെ കാണാൻ കഴിയാതെ പോയി പിശാചിന്. നോക്കണം, അങ്ങനെ അവൻ അഹങ്കരിച്ചു. ആ അഹങ്കാരം അവൻ നെഞ്ചു വീർപ്പിച്ച് അഹങ്കരിച്ചപ്പോഴാണ് ഉഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, പിശാചേ നിനക്ക് ഇവിടെ അഹങ്കരിക്കാൻ പറ്റില്ല, ഇത് അഹങ്കരിക്കേണ്ട സ്ഥലമല്ല, പുറത്തു പോകണം, പുറത്ത് കിടക്ക്, നീ ഇവിടെ അഹങ്കരിച്ച് ജീവിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ലെന്ന് സ്വർഗലോകത്ത് നിന്ന് ഭ്രഷ്ടനാക്കപ്പെടുന്നത് നന്മ സ്വീകരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ്. ആദം നബി അലൈഹിസ്സലാമിനെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ജീവിതവുമായി ഒരുപാട് ഇതിന് ബന്ധമുണ്ട്. ഒന്ന്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ വലിയൊരു പരീക്ഷണമായിരുന്നു ലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ, ഈ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുതേ. ഹവ്വാ ബീവിയോട്, ആദം നബി അലൈഹിസ്സലാമിനോട്. ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്ന നബിയുനാ നമ്മുടെ ഉപ്പയായ ആദം അലൈഹിസ്സലാം എന്ത് സംഭവിച്ചു? എന്നിട്ട്
പിശാച് തെറ്റ് ചെയ്തു. പിശാച് എന്ത് ചെയ്തു? ആദം നബി അലൈഹിസ്സലാമിന്റെ ഒരു പിഴവ് പറ്റി. ആദം നബി എന്ത് ചെയ്തു അതിനുശേഷം? ഇത് രണ്ടും പ്രാധാന്യമാണ്. മനുഷ്യരും ജിന്നുകളും പാപം ചെയ്യുന്നവരാണ്, മലക്കുകൾ പാപസുരക്ഷിതരാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനമാനത്തിലേക്ക് നോക്കിയാൽ ആ ചെറുതെറ്റ് വലുത് തന്നെയാണ്. പക്ഷേ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു അതിനുശേഷം, എങ്ങനെ അതിനെ പരിഹരിച്ചു, അതും ഒരു വലിയ വിഷയമാണ്. ഇബ്ലീസ് അഹങ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ബിമാ അഗ്വൈതനി, പടച്ചവനെ നീ എന്നെ പഴപ്പിച്ചല്ലേ, ഇനി ഞാൻ മനുഷ്യരെ മുഴുവൻ ഞാൻ പഴപ്പിക്കും. അഹങ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നാണ്. അഹങ്കാരം ഖൽബിലേക്ക് വരരുത്. നാം ആരെക്കാളും വലുതാണെന്ന് തോന്നരുത്. ഒരു പിഞ്ചു കുട്ടിയെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവേ, ഞാൻ ചെയ്തത്ര തെറ്റ് ആ കുഞ്ഞ് ചെയ്തിട്ടില്ലല്ലോ, അവൻ എന്നെക്കാളും നല്ലവനാണ്. മുതിർന്ന ഒരാളെ കാണുമ്പോ പടച്ചവനെ, അയാൾ എന്നെക്കാളും ആയുസ്സുണ്ടായ ആളാണ്, അതുകൊണ്ട് എന്നെക്കാളും ഒരുപാട് നന്മകൾ അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, എനിക്ക് പാപങ്ങൾ കൂടുതലാണ്. ഇങ്ങനെ ചെറിയ മക്കളെ കാണുമ്പോഴും അവർ നമ്മളെക്കാൾ മുമ്പിലാണ്. കാരണം അവർ ചെറുതാണ്, ഞാൻ ചെയ്തത്ര തെറ്റവർ ചെയ്തിട്ടില്ല. മുതിർന്നവരെ കാണുമ്പോൾ നന്മയെ ആലോചിക്കുക, എന്നെക്കാളും നന്മ ചെയ്യാൻ അവസരമുണ്ടായവരാണ്. രണ്ട് നിലക്കും അവർ മുന്നിലാണ്, ഞാൻ താഴെയാണ്. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അന്നൊരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടപ്പോ തൊട്ടടുത്തുള്ള നാട്ടുകാർ ആ നാട്ടിലേക്ക് അദ്ദേഹം വരുന്നു എന്ന് കണ്ടപ്പോ ആ ഭരണാധികാരി അധികാരം നഷ്ടപ്പെട്ട് അടുത്ത നാട്ടിലേക്ക് ഓടുകയാണ്. അപ്പോ അധികാരമുള്ള കാലത്ത് അദ്ദേഹം അവർക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. നാട്ടിലേക്ക് എത്തിയപ്പോ അവർ അദ്ദേഹത്തിന് വേണ്ടി വിരിപ്പ് വിരിച്ച് സ്വീകരിച്ചു. അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലിമിസിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, പണിയെടുക്കേണ്ടവരൊക്കെ എടുക്കേണ്ടത് ഇതുപോലെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാർപ്പറ്റിലൂടെ ഒക്കെ നടക്കാനുള്ളൊരു തൗഫീക്കിന് വേണ്ടി. എവിടെ അധികാരം പോയിട്ടാണ് ഇയാൾ വരുന്നത്, പക്ഷെ അധികാരം പോയത് നാട്ടുകാർ അറിഞ്ഞിട്ടില്ല, തൊട്ടടുത്ത നാട്ടുകാർ. അതുകൊണ്ട് അവരെ സ്വീകരിച്ചു. പക്ഷെ അദ്ദേഹം തനിക്ക് നഷ്ടപ്പെട്ട അധികാരത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയല്ല, ഇതുപോലെ ഇനിയും അഹങ്കരിക്കണമെന്ന് ചിന്തിച്ച് കാർപ്പറ്റിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു നാളിന് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു ഭരണാധികാരിയെ നമ്മുടെ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ. മറ്റൊരാൾ അബ്ബാസി ഭരണാധികാരിയാണ്. ടൈഗ്രീസിന് കുറുകെ ഒരു പാലമുണ്ട്. ആ പാലം കടക്കാൻ വേണ്ടി അയാൾ കാത്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പാലത്തിന്റെ അരികിൽ നിന്ന്, അന്ന് മരത്തിന്റെ പാലങ്ങളാണ്, ടൈഗ്രീസ് മുറിച്ചു കിടക്കണം. അദ്ദേഹം ഇപ്പുറന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷേ എന്റെ ബഹുമാനം താങ്ങാൻ മാത്രം ഈ പാലത്തിനായില്ലെങ്കിലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു എന്നാണ്. തൻ്റെ ധിക്കാരത്തിന്റെ ഒരു വലുപ്പം നോക്കണം. എന്റെ ബഹുമാനം താങ്ങാൻ ഒരുപക്ഷെ ഈ പാലത്തിന് കഴിഞ്ഞില്ലെങ്കിലോ, എന്റെ ഭാരം താങ്ങാൻ എന്നല്ല. എന്നിട്ട് അയാൾ തിരിഞ്ഞു നടന്നു. നമ്മുടെ പണ്ഡിതർ രേഖപ്പെടുത്തി വെച്ചു. ഹജ്ജാജ് ഇബ്നു അർത്ത പണ്ഡിതനായിരുന്നു, ഹദീസ് പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹത്തിന് അഹങ്കാരം കടന്നുകൂടിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം ഒരു മജ്ലിസിലേക്ക് വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ഇജ്ലിസ് സുദറൽ മസ്ജിദ്, സുദറൽ മജ്ലിസ്, നമ്മുടെ മജ്ലിസിന്റെ സെന്ററിൽ മധ്യത്തിൽ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെ ഇരുന്നാലും അതൊരു സുദറാണല്ലോ, അതൊരു അങ്ങനെയാണ്, ഞാൻ എവിടെ ഇരുന്നാലും അതൊരു സെന്ററായി മാറുമല്ലോ, അതുകൊണ്ട് ഞാൻ എവിടെ നിന്നാലും കുഴപ്പമില്ല. സ്വന്തത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നാണ്. ഇതൊക്കെ നമ്മുടെയൊക്കെ നിത്യജീവിതങ്ങളിൽ വന്നുകൊണ്ടിരിക്കും അല്ലേ. ഒരു സാധാ മുഅല്ലിമിന് സദൃസ്ഥാനം കാണുമ്പോൾ ബഹുമാനവും സ്നേഹവും അള്ളാഹു കൊടുത്ത റഹ്മത്താ ചിന്തിക്കേണ്ടത്. മുപ്പരംഗം മാറി എനിക്കവിടെ കയറിയിരിക്കാൻ വല്ല ഒപ്പുണ്ടോ എന്ന് ചിന്തിച്ചു പോകരുത്. ഒരു സാധാരണക്കാരൻ മറ്റൊരു സാധാരണക്കാരനെ കാണുമ്പോൾ അവൻ്റെ ആ നിലയും അവൻ്റെ നിഅമത്തും നഷ്ടപ്പെട്ട് എനിക്കവിടെ കയറിയിരിക്കണം, അസൂയ, ഇത് പാടില്ലാത്ത വിഷയമാണ്. എത്രയോ ആളുകൾ ഇന്ന് സിഹ്ർ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, മാരണം ചെയ്യുക. പൂജാരികളെ കൊണ്ടും അല്ലാത്തവരെ കൊണ്ടും പിശാചിന്റെ സഹായം കൊണ്ട് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക. ചിലപ്പോൾ 500 രൂപ കൊടുത്താൽ കിട്ടുമായിരിക്കും. പക്ഷേ ഈ ചെയ്ത ദുൽമ് എടുത്തു മാറ്റാൻ നല്ല മനുഷ്യന്മാരെ കിട്ടണം. അത് എടുത്തു മാറ്റാൻ ഒരുപാട് കാലം ത്യാഗം ചെയ്യണം. ആ ഒരു ദുൽമ് ചെയ്യാൻ എത്ര എളുപ്പമാണ്. മനുഷ്യനെ മൂലക്കലാക്കാൻ, ഒരു മനുഷ്യൻ തകരണം എന്ന് പറഞ്ഞ്, ഒരു മനുഷ്യനെ സാമ്പത്തികമായി തകർക്കണം എന്നുദ്ദേശിച്ച് അസൂയ കൊണ്ട് നടക്കുന്ന വീടുകൾ, ഇതൊക്കെ കുഫറിന്റെ ഒരു അംശമല്ലേ? കുഫറിന്റെ ഒരു അംശമല്ലേ നമ്മൾ ഈ കൊണ്ട് നടക്കുന്നത്? പൂജാരികളുടെ മുമ്പിലേക്കൊക്കെ നമ്മുടെ സഹോദരിമാർ പർദ്ദയും മഫ്തൊക്കെ ഇട്ടിട്ട് പോകാൻ എന്തിനെന്നറിയോ? എന്തിനെ? സിഹ്ർ ചെയ്യിക്കാൻ, മാരണം ചെയ്യിക്കാൻ, ദുൽമ് ചെയ്യിക്കാൻ. എന്നിട്ട് മുറ്റത്ത് കുഴിച്ചെടുത്താൽ കിട്ടുന്നു, ഇവിടെ നിന്ന് കിട്ടുന്നു. ഇപ്പൊ കട്ടിലിന്റെ അടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, വീടിന്റെ തറയിൽ കൊണ്ടുപോയി തിരികെ വെച്ചിട്ടുണ്ട്. പൈശാചികമായ പ്രവർത്തികൾ,
സിഹ്ർ, പച്ചയായ ദുൽമ്, അക്ബറുൽ കബായിർ, വൻ പാപങ്ങളിൽ വൻ പാപമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസൂയ കൊണ്ട് ചെയ്യാണത് അല്ലാഹുവിന്റെ ഖളാ. അത് ചെയ്യുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കും അടുത്ത ഒരാളിന്റെ ഉറക്കം കെടുത്തണമെന്ന്. നിങ്ങളുടെ ഉറക്കം അല്ലാഹു കെടുത്തിക്കൊണ്ടിരിക്കും. ആ മഹാപാപം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് അത് ആർക്ക് ചെയ്തോ അവരോട് മാപ്പ് പറഞ്ഞ് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാതെ അല്ലാഹു അത് പൊറുക്കുമോ? പിശാചിന്റെ ഈ പണിയാണോ നമ്മൾ ചെയ്യുന്നത്? അവൻ അസൂയ വെച്ചവനാണ്. ആ അസൂയ നമ്മൾ കൊണ്ട് നടക്കേ. മനുഷ്യൻ അല്ലാഹു നൽകുന്നത് അല്ലാഹുവിന്റെ നിഅമത്തല്ലേ? അല്ലാഹു ഓഹരി വെച്ചത് നിങ്ങൾ ആരാണത് എടുത്തു കളയാൻ? അല്ലാഹു ഓഹരി വെച്ചതിന് എടുത്തു കളയാൻ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. പടച്ചവനെ, നീ തന്നത് തിരിച്ചെടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല റബ്ബേ. നീ തിരിച്ചെടുത്ത് തിരിച്ചു തരാനും ആരെക്കൊണ്ടും കഴിയില്ല. നീ വിധിച്ചത് തടയാനും ആരെക്കൊണ്ടും കഴിയില്ല. നീ തടഞ്ഞു വെച്ചത് എടുത്തു തരാനും ആരെക്കൊണ്ടും കഴിയില്ല റബ്ബേ. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. എത്ര സമ്പത്തുള്ള ആൾക്കും ആ സമ്പത്ത് നിന്റെ അരികത്ത് ഉപകാരപ്പെടില്ലല്ലോ റബ്ബേ, അത് നന്മയിൽ ചെലവഴിച്ചവർക്കൊഴികെ എന്നാണ് നമ്മൾ അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ സിഹ്ർ ചെയ്യരുത്, മനുഷ്യൻ സിഹ്ർ ചെയ്യരുത്. ഇന്നതിന്റെ പ്രയാസങ്ങൾ ഒരുപാട് ആളുകൾ വേദനിച്ച് വിഷമിച്ച് തകർന്നടിഞ്ഞ് കാരണങ്ങൾ കാണാതെ ഒരു അഭൗതികമായ ഇടപെടൽ, എന്തോ ഒരു പൈശാചികമായ ഇടപെടൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ജീവിതം തകർന്ന് വിഷമിക്കുകയാണ്. ആര്? സ്വന്തക്കാർ, സ്വന്തം അയൽവാസി, സ്വന്തം ബന്ധു, സ്വന്തം കൂട്ടുകാർ, സ്വന്തം സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാർ. എന്തിന്? അസൂയ കൊണ്ട്. കുഫറിന്റെ അംശമാണ് നമ്മൾ ആ ചെയ്യുന്നത്. ഹസദ്, അസൂയയും, വൽ കിബിർ, അഹങ്കാരവും, വൽ കദിബ്, നുണ പറയുന്നതും കുഫറിന്റെ ഘടകങ്ങളാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ ഇസ്ലാമിന്റെ ആളുകളാണ്. നമ്മൾ ഈ മോശ സ്വഭാവങ്ങൾ കൊണ്ട് നടക്കരുത്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. നബിയുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗലോകത്ത് വസിക്കുമ്പോൾ അല്ലാഹുവിന്റെ ആ ആദ്യത്തെ മനുഷ്യ സൃഷ്ടിയായ ആദം അലൈഹിസ്സലാം ഒറ്റക്കാണ്. ബാക്കിയുള്ളവരൊക്കെ മലക്കുകളാണ്, അല്ലെങ്കിൽ ജിന്നുകളാണ്. തന്റെ അതേ ശാരീരിക പ്രകൃതിയും ചിന്തയുമുള്ള ഒരാളെ ഇണയായി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് ആദം നബി അലൈഹിസ്സലാമിന് വർത്തമാനം പറയാൻ. അങ്ങനെയാണല്ലോ, ഒരാൾ ഒറ്റക്കൊരിടത്താണ്, എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട്, ഒന്ന് സംസാരിക്കാൻ കൂടെ സഹധർമ്മിണിയോ ഒരു കൂട്ടുകാരനോ ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രയാസമാണ്. ആദം നബി അലൈഹിസ്സലാം ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ മഹാനവറുകളുടെ ഇടത്തെ വാരിയലിൽ നിന്ന് ഒരംശം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഉമ്മയായ ഹവ്വാ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സൃഷ്ടിച്ചത്. മുഫസ്സിരീങ്ങൾ അത് വ്യക്തമായി വളരെ മനോഹരമായി വ്യാഖ്യാനിച്ചു. ആദം അലൈഹിസ്സലാം കണ്ണു തുറക്കുന്നു. തൊട്ടടുത്തിരിക്കുന്നത് ഹവ്വാ, പേര് ഹവ്വാ, ലിഅന്നഹാ മിനൽ ഹയാ, അത് ജീവിതം എന്നർത്ഥമാണ്. ഹവ്വാന് ജീവനുള്ളത്. ജീവനുള്ള ഒരു പുരുഷ ശരീരത്തിൽ നിന്നാണ് ജീവനുള്ള ഒരു സ്ത്രീ ശരീരത്തെ അല്ലാഹു പടച്ചത്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് 4 വിധമാണ്. ഒന്ന്, ഉമ്മയും വാപ്പയും ഉള്ളവർ, നമ്മളൊക്കെ അങ്ങനെയാണ്. 2, ഉമ്മയും വാപ്പയും ഇല്ലാത്തവർ, അത് ഒരാളേ ഉള്ളൂ, നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. ഇനി ഉമ്മയുണ്ട് വാപ്പയില്ല, അത് നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം. പിന്നെ പുരുഷ സാന്നിധ്യമുണ്ട്, ഒരു പുരുഷ ഒറിജിനുണ്ട്, പക്ഷേ ഉമ്മയില്ല, അതാണ് നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പോ ഉമ്മയുള്ളതും ഉമ്മയില്ലാത്തതും, വാപ്പയുള്ളതും വാപ്പയില്ലാത്തതും, രണ്ടാളുമുള്ളതും രണ്ടാളുമില്ലാത്തതും, ഇത് 4 സൃഷ്ടിപ്പിന്റെ രൂപങ്ങൾ അല്ലാഹു പടച്ചു വെച്ചു. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതം ഒരിക്കലും, അത് ഈസാ നബി അലൈഹിസ്സലാമിനൊരു ഭൗതികമായ പിതാവില്ലാത്തത് ദൈവപുത്രനാക്കാൻ കാരണമല്ല എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ. നമുക്ക് ആദം നബി അലൈഹിസ്സലാമിലേക്ക് തിരിച്ചു വരാം. ആദം നബി അലൈഹിസ്സലാം അവരെ കാണുന്നു, ആശ്വാസം തോന്നി തന്റെ ഭാര്യയെ കണ്ടപ്പോൾ. അല്ലാഹു വിവാഹം ചെയ്യിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആൻ പറയട്ടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. വിവാഹം ചെയ്യാതെ നടക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനൊരു ആയത്താണിത്. വിവാഹം വേണ്ടെന്ന് ശഠിച്ച് നടക്കുന്നവർക്ക് ആലോചിക്കാനുള്ള ഇടമാണിത്.
വമിൻ ആയാതിഹി, അല്ലാഹു എവിടെയാണ്, അല്ലാഹുവിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അന്വേഷിച്ചു നടക്കുന്നവരോട് അല്ലാഹു പറയുന്നു, എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതു തന്നെയാണ് നിങ്ങൾക്കൊരു ഭാര്യയെ, ഒരു ഇണയെ ഞാൻ ഉണ്ടാക്കി തന്നത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഏതോ ഒരു കുടുംബത്തിൽ, നിങ്ങൾ അറിയാത്ത ഒരു കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ സഹധർമ്മിണിയായി, കുടുംബിനിയായി കടന്നു വന്ന പെണ്ണ്, അവർക്കിടയിൽ, നിങ്ങൾക്കിടയിൽ അല്ലാഹു സ്നേഹവും ബഹുമാനവും ആദരവും സൃഷ്ടിച്ചു തന്നത് അല്ലാഹുവിന്റെ ഇടപെടലാണ്. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം പോലോത്ത ശരീരത്തിൽ നിന്ന്, അതായത് ആണിന് പെണ്ണും പെണ്ണിന് ആണും, അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങളുടെ ഇണകളെ അല്ലാഹു പടച്ചു. എന്തിന്? ആ പെണ്ണിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കത്തക്ക വിധം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയതും അല്ലാഹു ചെയ്ത മഹാത്ഭുതമല്ലയോ? അല്ലാഹു നമ്മുടെ കുടുംബജീവിതങ്ങളിൽ സന്തോഷമുണ്ടാക്കി തരട്ടെ. ഭാര്യയിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊടുക്കുമ്പോൾ, അവളെ മാറ്റിവെക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാകുന്നില്ല. വിവാഹം ചെയ്യാൻ കഴിയുന്ന ഒരാളെ വിവാഹിതനാവാതെ നടന്നാൽ അവർക്ക് സമാധാനം ഉണ്ടാവുന്നില്ല. അവരുടെ മനസ്സ് വിറക്കുകയാണ്. ഏതെങ്കിലും അഫൈറുകളോ വഴിവിട്ട ബന്ധങ്ങളോ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു സമാധാനം നൽകുന്നില്ല. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയില്ലേ? നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനോട് ആ വൃക്ഷത്തിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞു, അല്ലേ? ഒരു കാര്യം മഹാന്മാർ പറയുന്നു, നമ്മോടൊന്ന് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് മാറും. അങ്ങനെയാണ്. ഒരു AC റൂം കൊടുത്തിട്ട്, ഉദാഹരണം പറയാം, ഭക്ഷിക്കാനുള്ള എല്ലാ സൗകര്യവും കുടിക്കാനുമുള്ളതൊക്കെ ആ റൂമിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് സ്വന്തം മകനോട് അല്ലെങ്കിൽ മോളോട്, ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു, ഈ റൂം വിട്ട് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞാൽ അവർ പറയും, കണ്ടോ ഞങ്ങളെ ജയിലിലാക്കി. ഈ റൂമിന്ന് പുറത്തു പോവണ്ടെന്നാ പറഞ്ഞത്. എവിടെ? പുറത്ത് പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്ത് സുരക്ഷിതത്വം കൊടുത്ത് നല്ല സൗകര്യം ചെയ്തു കൊടുത്താൽ പോലും അരുത് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ മുനിഅന്നാസു മിൻ ഫത്തിൽ ബഅരി ലഫത്തു. ഭയങ്കരമായ വാക്കാണത്. ഒട്ടകത്തിന്റെ ചാണകം ഉണങ്ങിയത് അത് നിങ്ങൾ കയ്യിലിട്ട് പൊടിക്കരുത് കേട്ടോ എന്നങ്ങാനും ജനങ്ങളോട് പറഞ്ഞാൽ അത് കയ്യിലിട്ട് പൊടിക്കുക തന്നെ അവർ ചെയ്യും. എന്തേ? ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ആരെങ്കിലും ചാണകെടുത്ത് കയ്യിലെടുക്കൂ, പക്ഷെ ചെയ്യരുത് എന്ന് പറഞ്ഞോ അതെടുത്ത് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് മദ്യപാനം അല്ലാഹു അരുതെന്ന് പറഞ്ഞപ്പോൾ അത് വായിലേക്ക് കൊണ്ടുപോകാൻ, മയക്കുമരുന്നും ലഹരിയും അല്ലാഹു അരുതെന്ന് പറഞ്ഞപ്പോൾ അത് ഉപയോഗിക്കാനുള്ള വെമ്പലും, അത് കിട്ടുന്നിടത്തേക്ക് നമ്മുടെ മക്കൾ ഓടുന്നുണ്ട്. അവർക്കറിയാമാരാണ് ഏജന്റുകളെന്ന്, എപ്പോ പോയാലാണ് ഫ്രഷ് സാധനം കിട്ടുന്നതെന്ന്, എന്ന് സാധനം നാട്ടിലെത്തും, ഇതൊക്കെ നമ്മുടെ ചെറുപ്പക്കാർക്ക് അറിയുന്നുണ്ട്. എന്തേ? അരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇബ്ലീസ് ഒരു ആഗ്രഹം കൊടുക്കുക, എന്നാ പിന്നെ അതായിക്കോട്ടെ. വ്യഭിചാരം അരുതെന്ന് പറയുമ്പോൾ അതിലേക്ക് മനസ്സ് പോകുന്നുണ്ട്. ഏതെല്ലാം തിന്മകൾ അല്ലാഹു പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ പാടില്ലാത്തതെല്ലാം നമ്മുടെ മനസ്സിനുള്ളിൽ സ്നേഹമുള്ളതായി, ഇഷ്ടമുള്ളതായി മാറ്റാൻ പിശാചിന് കഴിയും. നമ്മൾ അതിന് വഴിപ്പെടരുത്.